السلام عليكم ورحمة الله وبركاته. يا محي الدين يا محي الدين عبد القادر الجيلاني. ക്ഷീണമുള്ളപ്പോ, വളരെ ക്ഷീണമുള്ളപ്പോ ഒരു 33 വട്ടം ചൊല്ലിയൊക്കെ ഉണ്ട്. എവിടുക്കാ ക്ഷീണം പോയതെന്നറിയില്ല. വല്ലാത്ത അഥറാണ് ജീലാനി നിങ്ങളെ പേര് പറയുന്നതിന്, വല്ലാത്ത ഫലാണ്. പടച്ചതമ്പുരാന് എന്തൊരു ഫലം ചെയ്തു നോക്കേണ്ടി. 33 കുറച്ച് ഏറ്റിയാൽ അതിനനുസരിച്ച് ക്ഷീണം അങ്ങ് പോകും. എനിക്കൊക്കെ ചിലപ്പം സുബൈൻ്റെ ശേഷം ക്ലാസ് എടുക്കാൻ കഴിയൂലെന്ന് ഉറപ്പാണ്. സുബൈൻ്റെ മുമ്പ് ജീലാനിതങ്ങളെ കുറച്ചാണ്ട് വിളിച്ചാൽ അതങ്ങനെ എവിടുക്കാണ് ആ പ്രശ്നം പോയതെന്ന് അറിയില്ല. ഇത് ചെയ്യുന്നവർക്കൊക്കെ അനുഭവിക്കാൻ കഴിയും. അവിടുത്തെ ഇസ്മുകൾക്കുള്ള പ്രത്യേകതയാണ്. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച ദീൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് പരിപൂർണ അർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച ദീനിന് വിപരീതമായിക്കൊണ്ട് ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ദീനുൽ ഇസ്ലാമിൽ ഒരു വിഷയം നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ആ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ, വ്യക്തതയുള്ള ഒരു ദീനാണ് ദീനുൽ ഇസ്ലാം. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ വലുതായി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അതിൻ്റെ തെളിവ് എന്താണ്? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയൊക്കെ തെളിവ് പോകുന്നത്. നമ്മൾ 2 റക്അത്ത് സുബഹി നിസ്കരിക്കുന്നു, അതിന് തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ദീനുൽ ഇസ്ലാമിൽ എന്തൊരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോഴും അതിൻ്റെ തെളിവ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ഒരു നന്മയായിക്കൊണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകാത്ത ഒരു തിന്മയായിക്കൊണ്ടില്ല. ആ പൂർത്തീകരിച്ച ദീനിൻ്റെ വക്താക്കളാണ് നമ്മൾ. പക്ഷെ ചില പുരോഹിതന്മാർ, യാ സുബ്ഹാനല്ലാഹ്, അവരുടെ ചില സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ എന്താണ് ഈ ദീനിന് വേണ്ടി ഇങ്ങനെ ഇല്ലാത്ത ഓരോ അനാചാരങ്ങൾ, അല്ലെങ്കിൽ കള്ളത്തരങ്ങളാണോ അല്ലെങ്കിൽ അനാചാരങ്ങളാണോ, എന്താണ് ഇവർക്ക് പറ്റിയെന്ന് നമുക്ക് തോന്നും. ഒരു പുരോഹിതൻ ഈ ഒരു വീഡിയോയിൽ പറയുണ്ടായി, ഒരാൾക്ക് ക്ഷീണമുണ്ടായിക്കഴിഞ്ഞാൽ യാ മൊയ്തീൻ എന്ന് പറഞ്ഞ് 33 പ്രാവശ്യം പറയണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷീണമില്ലാതായി. അതുപോലെ നിങ്ങളെല്ലാവരും അങ്ങനെ പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. യാ സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. യാ മൊയ്തീൻ ഷെയ്ഖ്, അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് തേടുന്ന ഈ തേട്ടം മഹാനായ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം വിളിച്ചു തേടിയത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകിയ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും യാ നബി, അല്ലെങ്കിൽ യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം പറഞ്ഞുള്ള തേട്ടങ്ങളോ ദുആക്കളോ ഉണ്ടോ? ഖുർആനിൽ വന്ന തേട്ടങ്ങൾ യാ അല്ലാഹ്, യാ റബ്ബി, യാ ഹയ്യു, അതിനുള്ള തേട്ടങ്ങൾ. സുന്നത്തിൽ വന്ന തേട്ടങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് വിളിച്ച് തേട്ടം എന്നത്. ദുആ ഉൽ ഇബാദ, ദുആ എന്നത് ഒരു ഇബാദത്താണ്. ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ വകവെച്ച് നൽകിയാൽ, ബഹുമാനികളെ, അതാണ് ശിർക്ക്. അതിലായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവർ കാലാകാലമായ നരകത്തിലാണ്. യാ അല്ലാഹ്, യാ റബ്ബി, ഒരു തേട്ടം അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ചോദിക്കാൻ നൽകുകയുള്ളൂ. ഈ പുരോഹിതൻ പറയുന്നു യാ മൊയ്തീൻ എന്ന് വിളിച്ച് 33 പ്രാവശ്യം വിളിച്ച് നൽകിയാൽ നമ്മുടെ ക്ഷീണം മാറുമെന്ന്. ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രിയമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടുത്ത് പറയുന്നു, യാ നബിയെ, എനിക്ക് അങ്ങയുടെ പക്കൽ നിറയെ ജോലിക്കാരുണ്ടല്ലോ നബിയെ, എനിക്ക് ജോലി ചെയ്ത് ഞാൻ വളരെ ക്ഷീണിതനാണ് നബിയെ, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്യാൻ നിങ്ങളെ പക്കൽ കുറച്ച് അടിമകൾ നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വരികയാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട്, ഇല്ലെങ്കിൽ ഇബ്രാഹിം നബിയോട് ഇബ്രാഹിം 33 പ്രാവശ്യം വിളിക്കുക, യാ മൂസ 33 പ്രാവശ്യം വിളിക്കുക, യാ ഈസ 33 പ്രാവശ്യം വിളിക്കുക പഠിപ്പിച്ചു നൽകുകയോ? ഇല്ല. അവിടെ നിന്ന് പറഞ്ഞു നൽകിയത് എന്താണ്? യാ ഫാത്തിമ, നിങ്ങൾ പറയണം എന്തെന്ന്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇതാണ് ദീൻ. ഇത് പഠിപ്പിച്ചു നൽകിയ ദീനാണ്. പക്ഷേ ഈ പുരോഹിത വേഷധാരികൾ ഈ സമൂഹത്തെ കൊണ്ട് എത്തിക്കുന്നത് വളരെ നരകത്തിലേക്കാണ്. പ്രിയ മുസ്ലിമേ, നിങ്ങൾ മനസ്സിലാക്കുക,
എന്തൊരു കാര്യവും ആ കാര്യം വന്ന് നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് തെളിവുകൾ ചോദിക്കുക. ദീനുൽ ഇസ്ലാമിൽ പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചെയ്യേണ്ട ഇബാദത്തുകൾ അള്ളാഹു എല്ലാത്തവർക്ക് നൽകാൻ ഇസ്ലാമിൽ എവിടെയും തെളിവില്ല. ശക്തമായി അതിന് നമുക്കത് വ്യക്തമാണ്. കാരണം അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, യഥാർത്ഥ ദീനിലേക്ക് തിരിയുക. ഇങ്ങനെയുള്ള പുരോഹിതന്മാരുടെ പുറകിൽ പോയി നമ്മുടെ ആഖിറം കളയരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ.